തമിഴ് സിനിമാ പ്രേക്ഷകർ ആഘോഷമാക്കിയ മലയാളത്തിന്റെ സ്വന്തം മഞ്ഞുമൽ ബോയ്സ് 100 കോടിയും കടന്ന് കുതിപ്പ് തുടരുകയാണ്. ചിദംബരം 100 കോടി ക്ലബിലെത്തുന്ന 4ാമത്തെ മലയാളി സംവിധായകനായും മാറി. ആദ്യമായി ഈ നേട്ടം കൈവരിച്ച മലയാള സിനിമ മോഹൻലാലിന്റെ പുലിമുരുകനാണ്. രണ്ടാമത് മോഹൻലാലിന്റെ തന്നെ ലൂസിഫറും. ആഗോളതലത്തിൽ 2018 എന്ന സിനിമയും 100 കോടി കടന്നു. എല്ലാ റെക്കോർഡുകളും തിരുത്തി കുറിക്കാനുള്ള കരുത്തോടെയാണ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴും മുന്നേറുന്നത്. ജാനമണിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലൊരു മലയാള സിനിമ നേടിയ ഏറ്റവും വലിയ വിജയമായി മാറിയിരുന്നു. പ്രേക്ഷകർക്ക് പുതുമ നിറഞ്ഞ കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് 12 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബിൽ എത്തിയത്. മലയാള സിനിമ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു സർവൈവൽ ചിത്രമായി മാറിയിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ്. അതേസമയം കമൽഹാസന്റെ ഗുണ എന്ന സിനിമയിലെ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനം ചിത്രത്തിൽ ഉപയോഗിച്ച വിധത്തെയും പ്രേക്ഷകർ ഏറെ പ്രശംസിക്കുന്നുണ്ട്. കമൽഹാസന് പുറമെ നടനും നിർമ്മാതാവും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ, സിദ്ധാർത്ഥ് തുടങ്ങിയവർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിച്ചിരുന്നു. ഇപ്പോഴത്തെ തമിഴിലെ മുൻനിര സംവിധായകരായ വെങ്കട് പ്രഭുവും പാരഞ്ജിത്തും മഞ്ഞുമൽ ബോയ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ചിത്രം തമിഴ്നാട്ടിൽ നേടിയ ഉജ്ജ്വല വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് ഇരുവരും പ്രതികരിച്ചു. തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സിനെ എല്ലാവരും ആഘോഷമാക്കുകയാണ്. നായകൻ നായിക പ്രണയകഥകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നായികയെ ഇല്ലാതെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ വെച്ച് ഒരു പടം വന്നു. ആ ചിത്രം തമിഴ്നാട്ടിൽ തമിഴ് ചിത്രങ്ങളെക്കാൾ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടുകാർക്ക് ഭാഷ ഒരു പ്രശ്നമല്ല, കലയാണ് പ്രധാനം. നല്ല കലയെയും ജനങ്ങൾ പിന്തുണയ്ക്കുമെന്നാണ് സംവിധായകൻ വെങ്കട് പ്രഭു പറഞ്ഞിട്ടുള്ളത്. ഓരോ താരങ്ങൾക്കും പ്രത്യേക ഗാനം എന്നൊന്നും വേർതിരിക്കാതെ വളരെ സിമ്പിളായി ഒരുക്കിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്നും സംവിധായകൻ പാരഞ്ജിത്ത് പറഞ്ഞു. ക്ലൈമാക്സിൽ ഒരൊറ്റ ഗാനം കൊണ്ട് പ്രേക്ഷകരെ ചിത്രം വൈകാരികമായി സ്പർശിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 15 കോടിയിലധികമാണ് മഞ്ഞുമൽ ബോയ്സ് കളക്ഷനായി നേടിയത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 56 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത്. വിദേശത്തു നിന്നും 40 കോടിക്ക് മുകളിൽ ലഭിച്ചു. തമിഴ് ബോക്സ് ഓഫീസിൽ ഒരു തമിഴ് ചിത്രം റിലീസായ സന്തോഷത്തോടെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാളം സിനിമ കാണാൻ സിനിമാ പ്രേമികൾ എത്തുന്നത്. ഞായറാഴ്ച മാത്രം സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും 4 കോടി 82 ലക്ഷം രൂപയാണ് ലഭിച്ചത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി, ജീൻ പോൾ ലാൽ, ചന്തു സലീം കുമാർ, അഭിരാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൾ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് കേരളത്തിലും തമിഴ്നാട്ടിലുമായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. അതേസമയം മാർച്ച് 8-ന് പ്രേമലുവിന്റെ തെലുങ്ക് പതിപ്പ് കൂടി എത്തുന്നതോടെ പ്രേമലുവിന്റെ കളക്ഷനും കുതിച്ചുയരും. ഹൈദരാബാദ് പശ്ചാത്തലമാക്കി പ്രണയത്തിനും നർമ്മത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഗിരീഷ് ഏടി പ്രേമലു ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.